തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയ യുവതി മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശി സൗമ്യയാണ് മരിച്ചത്. ഡെന്റിസ്റ്റാണ് മരിച്ചത്. സൗമ്യ പുലർച്ചെ 2 മണിക്ക് കഴുത്തറുത്ത നിലയിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പാറശാല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അരുൺ മോഹൻ വിവരങ്ങൾ നൽകും. അരുൺ, ഞെട്ടിക്കുന്നതാണല്ലോ അരുൺ, എന്താണ് സംഭവം? തീർച്ചയായും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഈ പറഞ്ഞതുപോലെ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പാറശാല ഉദ്യോഗങ്ങളങ്കര സ്വദേശിയായ സൗമ്യ എന്ന 31-കാരിയാണ് കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് ഇവരെ ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ കുട്ടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ദന്തൽ ഡോക്ടർ കൂടിയായിരുന്ന ഇവർ 4 വർഷങ്ങൾക്ക് മുമ്പാണ് വിവാഹിതയായത്. പക്ഷേ ഇതുവരെ ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഇതിൽ ഇവരെ കടുത്ത മാനസിക വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കുടുംബം പറയുന്നു. ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കാം ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പാറശാല പോലീസ് പറയുന്നതനുസരിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം. എന്തായാലും അന്വേഷണം നടക്കാനുണ്ടെന്ന് പോലീസ് പറയുന്നു. എന്തായാലും കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. അരുൺ, അതായത് ആത്മഹത്യയാണെന്നുള്ള ഒരു നിഗമനം തന്നെയാണോ പോലീസിന്? തീർച്ചയായും അങ്ങനെയാണ് ഇപ്പോഴും പോലീസ് പങ്കുവയ്ക്കുന്നത്. അത് ആത്മഹത്യക്ക് ശ്രമിച്ചതായിരിക്കാം എന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു നിഗമനം. എന്തായാലും ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ എത്തി പരിശോധന നടത്തും. അതിനുശേഷം കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉറച്ചു നിൽക്കുന്നത്. ശരി, കഴുത്തറുത്ത നിലയിലാണ് യുവതിയെ കണ്ടെത്തിയത്. ഡെന്റിസ്റ്റാണ് ഡോക്ടർ സൗമ്യ എന്തായാലും മരണത്തിന് കീഴടങ്ങി. കുട്ടികളുണ്ടാവാതിരുന്ന പ്രശ്നം മാനസികമായി അലട്ടിയിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു. പക്ഷെ അപ്പോഴും കഴുത്തറുത്ത നിലയിൽ ഒരു യുവതിയെ കണ്ടെത്തുക, മരണത്തിന് കീഴടങ്ങുക, അത് ആത്മഹത്യയാണ് എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത് നെയ്യാറ്റിൻകരയിൽ നിന്ന്. മധുര പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് ചേരും. കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശിക്കുന്നതിനായിട്ടാണ് യോഗം. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച അടവ് നയത്തിന്റെ അവലോകന രേഖയിലും ചർച്ചയുണ്ടാകും. സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിനുള്ള പ്രതിഷേധം പരസ്യമാക്കിയ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നും ഏറെക്കുറെ ഇന്നറിയാം. കൊല്ലം സമ്മേളനം തിരഞ്ഞെടുത്ത സംസ്ഥാന സമിതിയുടെ ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത്. അടുത്ത 3 വർഷക്കാലം പാർട്ടിയുടെ രാഷ്ട്രീയ അടവ് നയം തീരുമാനിക്കുന്നതിന് മുന്നോടിയായുള്ള ചർച്ചകളിലാണ് CPM. കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തികൾക്കും പാർട്ടി ഘടകങ്ങൾക്കും ഭേദഗതികൾ നിർദ്ദേശിക്കാം. സംസ്ഥാന സമിതിയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ തീരുമാനിക്കുന്നതിനായാണ് ഇന്ന് യോഗം ചേരുന്നത്. BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സംസ്ഥാനങ്ങളിലെ സാഹചര്യമനുസരിച്ച് മതേതര ജനാധിപത്യ കക്ഷികളുമായി യോജിക്കാമെന്നതാണ് രാഷ്ട്രീയ പ്രമേയത്തിന്റെ അന്തസത്ത. ഒപ്പം CPMനെ സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തണമെന്നും പ്രമേയം പറയുന്നു. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ അടവ് നയം ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞോ എന്നതിന്റെ പരിശോധനയും പാർട്ടി കോൺഗ്രസിലുണ്ടാകും. അതിന്റെ ഭാഗമായുള്ള അവലോകന രേഖയും സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. സംസ്ഥാന സമിതിയിൽ തന്നെ മറികടന്ന മന്ത്രി വീണ ജോർജിനെ ക്ഷണിതാവാക്കിയതിനെതിരെ പത്തനംതിട്ടയിൽ നിന്നുള്ള മുതിർന്ന നേതാവ് പത്മകുമാർ പരസ്യപ്രതികരണം നടത്തിയിരുന്നു. ഇതിൽ പാർട്ടി എടുക്കുന്ന എന്ത് നടപടിയും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പിന്നീട് നിലപാട് മയപ്പെടുത്തുകയും ചെയ്തു. ഇക്കാര്യവും സംസ്ഥാന സമിതിയുടെ പരിഗണനയ്ക്ക് വന്നേക്കാം. ന്യൂസ് 18 തിരുവനന്തപുരം. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻസിന് പുറമെ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെയും പങ്ക് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് മറ്റ് 3 സ്ഥാപനങ്ങളുടെ കൂടി വിവരങ്ങൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. അതേസമയം താമരശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസിൽ 1-ാം പ്രതി മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 33ാമത്തെ ദിവസത്തിലെത്തി. 2ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി വരുന്ന 17-ാം തീയതി സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിൽ നിന്നും കൂടുതൽ ആശാവർക്കർമാരും ഈ സമരപന്തലിലേക്ക് എത്തിച്ചേരും എന്നാണ് സമരസമിതിയുടെ കണക്കുകൂട്ടൽ. അതേസമയം നിയമസഭാ സമ്മേളനത്തിനിടയിൽ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് വളഞ്ഞാൽ പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കും എന്നുള്ള വിലയിരുത്തൽ ഇടതുമുന്നണിക്കുണ്ട്. ആശമാരുമായി ഉടൻ ചർച്ച നടത്തി അനുനയ നീക്കത്തിലൂടെ സമരം അവസാനിപ്പിക്കണം എന്ന നിലപാട് LDF ഘടകകക്ഷികൾ സർക്കാരിനെ വീണ്ടും അറിയിക്കുമെന്നാണ് വിവരം.